ശാസ്ത്രീയ ഉപനിഷത് പഠനം ക്ലാസ് 346. നമ്മൾ 63-ാമത്തെ ഉപനിഷത്തായിട്ട് ചാന്തോഗ്യോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 2 23-ാമത്തെ ഖണ്ഡമാണ്. ഇതിൽ സൃഷ്ടിയുടെ തുടക്കവും അക്ഷരങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. അക്ഷരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെയും പോകുന്നത്. നമ്മൾ കഴിഞ്ഞതിൽ കണ്ടതും അത് തന്നെയാണ്. ഇപ്പം എന്താണ് പറയുന്നത് നോക്കാം. ആ സൃഷ്ടിക്രമത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാമാണ്, അതെല്ലാമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ധർമ്മസ്കന്ധങ്ങൾ 3 അതായത് ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്, അതിൻ്റേതായ കർമ്മങ്ങളുണ്ട്. ശരിയായ നിലയിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ. നമ്മൾ എന്തിനാണോ സൃഷ്ടിച്ചത് അതെന്തിനു വേണ്ടിയാണ്? ഈ ലോക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. ലോകം പുരോഗമിക്കുകയാണ് 3 യുഗങ്ങളിലൂടെ. അതിൽ ഭാഗമായിട്ട് ആ കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് ധർമ്മം. കാലം എങ്ങോട്ടേക്കാണോ പോകുന്നത് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതാണ് നമ്മുടെ ധർമ്മം. അല്ലാതെ കാലത്തെ പിന്നോട്ടേക്ക് വലിക്കുകയല്ല. കാലം മുന്നോട്ടേക്കാണ് പോകുന്നത്. ആ ശക്തി, ഈശ്വരനോ എന്തോ പറയാം, ആ ശക്തി ലോകത്തെ മുന്നോട്ടേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പിന്നോട്ടടിപ്പിക്കാനല്ല നമ്മുടെ ധർമ്മം. അത് അധർമ്മമാണ്. പഴഞ്ചൻ ഗോത്രകാലഘട്ടത്തിലേക്ക് കൊണ്ടാൻ ശ്രമിക്കുന്നത് അധർമ്മമാണ്. നമ്മൾ പുരോഗമിച്ച് അങ്ങ് പോവുകയാണ്. ആ പുരോഗതി കാലമാണ് നമ്മളെ പുരോഗമിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, അല്ല നമ്മളല്ല. നമ്മളെ ഉള്ളിലിരുന്നു കൊണ്ടും ആ ശക്തിയാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പം കാലം മുന്നോട്ടേക്ക് പോകുന്നത് കാലം ഒരു സുന്ദരമായ ലോകത്തിലേക്ക് എത്തിക്കാനാണ്. അതാണ് വസുദൈവ കുടുംബം. നമ്മൾ കാലത്തെ പിന്നോട്ടേക്കല്ല പോകേണ്ടത്. നമ്മളും അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതാണ് ധർമ്മം. ആ ധർമ്മത്തിനെ 3 തരംതിരിച്ചിട്ടുണ്ട്. 1 യജ്ഞം, അധ്യയനം, ദാനം. 1 യജ്ഞമാണ്. യജ്ഞം എന്നത് തപമാണ്. തപം എന്ന് പറഞ്ഞാൽ താപവുമായിട്ട് ബന്ധപ്പെട്ടത്, ഉഷ്ണവുമായിട്ട് ബന്ധപ്പെട്ടത്, അഗ്നിയായിട്ട് ബന്ധപ്പെട്ടത്, ഊർജമായിട്ട് ബന്ധപ്പെട്ടത്. യജ്ഞം ചെയ്യാണ്ടിരിക്കുന്നത് നമുക്ക് താപം വേണം, ഊർജം ഉപയോഗിച്ച്, അഗ്നിയെ ഉപയോഗിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. എന്തിനു വേണ്ടി? ലോക പുരോഗതിക്ക് വേണ്ടി. സൃഷ്ടികർത്താവും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലോകത്തെ സൃഷ്ടിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ആ സൃഷ്ടിയുടെ പ്രവർത്തനം അഗ്നിയുടെ സഹായത്താൽ, അതിനാണ് തപം എന്ന് പറയുന്നത്. പിന്നെ അധ്യയനം, നമ്മൾ പഠിക്കണം. അധ്യയനം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ഗുരുവിൻ്റെ ആചാര്യകുലത്തിൽ താമസിച്ചുകൊണ്ട് പഠിക്കുന്നതിനാണ് അധ്യയനം എന്ന് പറയുന്നത്. വിദ്യാലയങ്ങളിൽ അന്ന് ആചാര്യകുലം, ഇന്നും ആചാര്യന്മാർ തന്നെയാണ് വിദ്യാലയങ്ങളിലുള്ളത്, അല്ലാതെ രണ്ടൊന്നുമല്ല. അന്ന് കെട്ടിടമൊന്നും കെട്ടാനുള്ള പറ്റാത്തതുകൊണ്ട് ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ച് പഠിക്കുന്നു. ഇന്ന് ഗുരുവും കുട്ടികളും എല്ലാം വേറൊരു കെട്ടിടത്തിൽ വന്നിട്ട് അവിടെ ഇരുന്ന് പഠിക്കുന്നു. ആ വ്യത്യാസമേ ഉള്ളൂ. അധ്യാപകൻ്റെ അടുത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇപ്പം സ്കൂൾ എന്നതൊന്ന് സ്ഥാപിച്ചിട്ട് അവിടെ അധ്യാപകനും വരുന്നു, കുട്ടികളും വരുന്നു. അപ്പം കാലം പുരോഗമിക്കുന്നതനുസരിച്ച് സൗകര്യങ്ങൾ കൂടി. അന്ന് അധ്യാപകൻ്റെ ഉത്തരവാദിത്തം ഈ കുട്ടികൾക്കും പാടാണ്. ആ വീട്ടിൻ്റെ കാര്യത്തിൽ ഭിക്ഷയെല്ലാം എടുത്തിട്ട് എന്തെങ്കിലും കൊണ്ടു കൊടുക്കണം. ഇന്നത് വേണ്ട, ഇതെല്ലാം സർക്കാരും എല്ലാമായിട്ട് നോക്കി നടക്കുകയാണ്. അപ്പം ലോകം പുരോഗമിച്ചു, കാലം തന്നെയാണ് മുന്നോട്ട്. പിന്നെ ഇതിനെ പിടിച്ചിട്ട് ഗോത്ര കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഓരോ ഗുരുവിൻ്റെ വീട്ടിൽ പോയിരുന്നിട്ട് പഠിക്കണം എന്നെല്ലാം പറയുന്നത് പ്രായോഗികമല്ല. അത് അന്നത്തെ കാലഘട്ടത്തിൽ അതാണ് പ്രായോഗികം, അത്രയേ ഉള്ളൂ. പക്ഷെ കാലം പുരോഗമിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള ചിന്താഗതി വരുന്നത് തന്നെ തെറ്റാണ്. നമ്മൾ പുരോഗമിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്.
അപ്പോൾ ആചാര്യൻ്റെ കുലത്തിൽ താമസിച്ചുകൊണ്ട് പഠിക്കുന്നതാണ് അധ്യയനം. അത് ബ്രഹ്മചര്യം എന്നും പറയാം. ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിൻ്റെ വഴിയിൽ തന്നെ പോവുക. അതേതാണ്? മൂന്നാമത്തെ ദാനമാണ്. ദാനം എന്നത് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ തന്നെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്തിട്ട് ആ ശക്തിക്ക് വേണ്ടി സമർപ്പിക്കുക. ശരിയായ സമർപ്പണം എന്താണ്? നമ്മൾ നമ്മളെ തന്നെ മറന്നിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കുക. അപ്പോൾ ഗുരുകുലത്തിൽ തന്നെ വസിച്ചുകൊണ്ട് ജീവിതാവസാനം വരെ കഴിഞ്ഞുകൂട്ടുന്നതിനാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത്. ചിലവർ പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കും, കർമ്മങ്ങളൊന്നും ചെയ്യില്ല. കർമ്മം അവനവൻ്റെ വേണ്ടത് ചെയ്യും, എന്നിട്ട് മുഴുവൻ പഠിപ്പിന് വേണ്ടി ചെലവിടുക. ശാസ്ത്രജ്ഞന്മാർ ജീവിതം തന്നെ ഗവേഷണത്തിനായി മാറ്റിവെച്ചുകൊണ്ട് അവരെവിടത്തെയാണ് എത്തിച്ചേർന്നത്? ആ ശാസ്ത്രത്തിൻ്റെ അവസാനം എന്താണ്? ബ്രഹ്മമാണ്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനെ മനസ്സിലാക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ അവസാനം എത്തിച്ചേർന്നത്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിയിട്ട് അവസാനം ബ്രഹ്മത്തോട് അടുക്കുന്ന സ്റ്റേജ് എത്തിയപ്പോൾ അവർക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. കാരണം അതിന് രൂപവും ഭാവവും ഇല്ല. രൂപവും ഭാവവും ഇല്ലാതെ തന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുക? രൂപവും ഭാവവും ഉള്ളതിന് വല്ല ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നോക്കി മനസ്സിലാക്കാം. പക്ഷേ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ഒരു സംഗതിക്ക് നമുക്കെല്ലാം ഇലക്ട്രോണും പ്രോട്ടോണും എന്നെല്ലാം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അതിനെ മനസ്സിലാക്കാം ഗവേഷണത്തിലൂടെയെല്ലാം. അതേതിൽ നിന്നെന്ന് വരുമ്പോൾ ഊർജമായി, പിന്നെ ഊർജത്തിൻ്റെ അപ്പുറം എത്തുമ്പോൾ ഏതോ ഒരു ശക്തിയാണുള്ളത്. ആ ശക്തിക്ക് രൂപവും ഭാവവും ഒന്നുമില്ല. അതുകൊണ്ട് ഒരു ഉപകരണത്തിന് ശാസ്ത്രജ്ഞന്മാരെല്ലാം ഉപകരണം വെച്ചിട്ടാണ് പോയത്. അപ്പം ആ അവസ്ഥ എത്തിയപ്പോൾ ഉപകരണങ്ങളൊന്നും അവരെ സഹായിക്കാനില്ല. പക്ഷേ അവരും ബ്രഹ്മചാരികൾ തന്നെയാണ്. അവിടെ എത്തിയിട്ട് അവർ മതിയാക്കി. കാരണം ഈ പഠിച്ച സയൻസിലോട്ട് അതിൽ പോകാൻ പറ്റില്ല. പക്ഷേ ഋഷികൾ പറയുന്നു അവിടെ എത്തുമ്പോൾ സയൻസ് വേറെ സയൻസാണ്. ആ സയൻസിൻ്റെ പേരാണ് പരാസയൻസ്. ഉദാഹരണമായിട്ട് നമ്മളിവിടെ കോടതിയിൽ നല്ലവണ്ണം വാദിക്കുന്ന വക്കീലന്മാരുണ്ടാവും, ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലന്മാർ, ഭയങ്കര എല്ലാ പഴുതുകളും അറിഞ്ഞ് എല്ലാ വശങ്ങളും മനസ്സിലാക്കിയ വക്കീലന്മാർ. അവർ പക്ഷേ ഇവിടുത്തെ പ്ലെയിനിൽ കയറിയിട്ട് അമേരിക്കയിൽ പോയിട്ട് അമേരിക്കൻ കോടതിയിൽ വാദിക്കാൻ നിന്നാലോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ നിയമങ്ങൾ വ്യത്യാസമാണ്. അതുപോലെ തന്നെ ആധുനിക സയൻസിൻ്റെ രൂപത്തിൽ പോയപ്പോഴാണ് ഋഷികൾ ശാസ്ത്രജ്ഞന്മാർ അപ്പുറം കടക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ നിയമം വേറെയാണ്, പരാസൈൻസാണ്. ഈ നിയമം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതാണ് പൂർണ്ണമിതം എന്നത് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിയമം പഠിക്കണം. ആ നിയമം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ പരാസയൻസിൽ ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഈശ്വരൻ എന്തില്ല? രൂപവും ഭാവവും ഒരു ഗുണവുമില്ല. രുചിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കാൻ, മണപ്പിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല, കണ്ണുകൊണ്ട് പറ്റില്ല, ഒരു ഉപകരണത്തോടും പറ്റാത്ത ഒരു സാധനമാണ് ആ ബ്രഹ്മം. എന്തോ ഒരു സാധനം. സംഗതി വന്നില്ലല്ലോ എന്നെല്ലാം പറയുന്ന മാതിരിയില്ലേ? അതുപോലെ തന്നെ എന്താണത് സംഗതി എന്നൊരു പിടിയും കിട്ടുന്നില്ല. അതിന് ഋഷികളൊരു പേര് കൊടുത്തു, ബ്രഹ്മം. ഋഷികളും പറഞ്ഞു നമുക്കും അതിനെ മനസ്സിലായിട്ടില്ല. ഇപ്പം ശാസ്ത്രജ്ഞന്മാർക്കും മനസ്സിലായിട്ടില്ല, ഋഷികൾക്കും മനസ്സിലായില്ല. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതിനടുത്ത് തന്നെയാണ് ഋഷികൾ എത്തിയിരിക്കുന്നത്. പക്ഷേ രൂപവും ഭാവവും ഒന്നും ഇല്ലാതെ ഉൾക്കൊള്ളാൻ അവർ എന്തോന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനവർ ഈശ്വരനെന്നോ ബ്രഹ്മമെന്നോ എല്ലാം പേര് കൊടുത്തു. അവർ പറഞ്ഞു അതിനെ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനൊന്നും പറ്റില്ല, അതിന് രൂപവും ഭാവവും ഒന്നുമില്ല, പക്ഷേ എന്തോന്നുണ്ടായിരുന്നു. അത്രയേ അവരും ആധുനിക സയൻസും ശാസ്ത്രജ്ഞന്മാരും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ആധുനിക ശാസ്ത്രജ്ഞന്മാർ അതുപോരാ.
അവർക്ക് എന്തെങ്കിലും ഉപകരണം വെച്ച് പിടിച്ചേ പറ്റൂ. ഒരു ഗുണമില്ലാതെ തന്നെ എങ്ങനെ ഉപകരണം വെച്ച് പിടിക്കുക? ഇപ്പൊ പ്രേമം എന്നെല്ലാം പറയുന്നതിനെ എങ്ങനെ ഉപകരണം വെച്ച് പിടിക്കുക? സ്നേഹം അതെങ്ങനെ ഉപകരണം വെച്ച് അളക്കുക? കള്ള സ്നേഹമാണോ, തട്ടിപ്പാണോ, പറ്റിക്കലാണോ? ഇതിനെല്ലാം എങ്ങനെ ഉപകരണം വെച്ച് പിടിക്കുന്ന? അപ്പോൾ രൂപവും ഭാവവും, പക്ഷെ ഇതിന് ഗുണവുമില്ല എന്നാണ് പറയുന്നത്. പ്രേമത്തിനെല്ലാം ഒരു ഗുണമുണ്ട്. ആളെ പറ്റിക്കാനെങ്കിലും പറ്റും, അല്ലെങ്കിൽ ആളുമായിട്ട് ശരിയായ പ്രേമമാകാം, അല്ലെങ്കിൽ പറ്റിപ്പന, അതിനൊരു ഗുണമുണ്ട്. പക്ഷെ ഈ സംഗതിക്ക് ഗുണവുമില്ല. അങ്ങനെയുള്ളതിനെങ്ങനെയാണ്? അപ്പൊ അങ്ങനെ എന്തോ ഒന്നുണ്ട്. അത്രേ ഋഷികളും പറഞ്ഞിട്ടുള്ള, അവർക്കും അതിനെ മനസ്സിലായിട്ടൊന്നുമില്ല, മനസ്സിലാക്കാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റൂല എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരം ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ബ്രഹ്മചര്യം. ആ അവസ്ഥയിലേക്ക് എത്തണ്ടെങ്കിൽ ഈ ശാസ്ത്ര തത്വങ്ങൾ, സയൻസ് എല്ലാം, കെമിസ്ട്രി എല്ലാം പഠിച്ചിട്ട് ചിന്തിച്ചങ്ങ് പോകണം. അങ്ങനെ ജീവിതം അവസാനം വരെ അതിന് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് അവസാനം അതിൽ തന്നെ പോയി ചേരുന്നവരാണ് ബ്രഹ്മചാരികൾ. ഇവർക്കെല്ലാം തന്നെ പുണ്യലോകമാണ് ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞ 3 വിഭാഗങ്ങൾക്ക് യജ്ഞം ചെയ്യുന്നവർ, ചിലവർ കർമ്മം ചെയ്യുകയാണ്, ചിലവർ പഠിച്ചിട്ട് പിന്നെ അത് കർമ്മത്തിലേക്ക് എടുത്തുന്നു. തപസ് പഠിക്കുന്ന കാലം പഠിച്ചിട്ട് ഗുരുവിൻ്റെ അടുത്ത്, പിന്നെ വേറൊരു വിഭാഗം സ്ഥിരമായിട്ട് പഠിക്കുന്നു. അവർ ബ്രഹ്മചാരികൾ. ആ ബ്രഹ്മചാരികൾ അമരത്വം പ്രാപിക്കുന്നു. അവർക്ക് മാത്രമാണ് അമരത്വം ഉള്ളത്. ഇനി ഇതേപോലെ തന്നെയാണ് പ്രജാപതിയും ചെയ്തിരിക്കുന്നത് എന്ന് പറയുകയാണ്. പ്രജാപതി ലോകത്തിനെ ഉദ്ദേശിച്ച്, ലോകം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച് ധ്യാനരൂപമായ തപസ് ചെയ്തു. തപസ്സിലൂടെ ചിന്തിച്ചുകൊണ്ട് എങ്ങനെ സൃഷ്ടിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായ ലോകങ്ങളിൽ ത്രൈവിദ്യ പുറത്തു വന്നു. അങ്ങനെയാണ് 3 വിദ്യ, ത്രൈവിദ്യ പുറത്തു വന്നത്. അതായത് എല്ലാം 3ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്ങനെ 3ആയിട്ട് വരുന്നത്? ദൈവം ഉണ്ടെങ്കിൽ, അല്ല ദേവതകളുണ്ടെങ്കിൽ അസുരരുണ്ട്, അസുരരുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ രണ്ടും കൂടിയ മനുഷ്യരുമുണ്ട്. ആണും പെണ്ണും ഉണ്ടെങ്കിൽ നടുവിലും വേറൊന്നുമുണ്ട്. പ്ലസും മൈനസും, ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടെങ്കിൽ ന്യൂട്രോണും ഉണ്ട്. അങ്ങനെ ഒരു 3ാമത്തെ ന്യൂട്രൽ, മധ്യ അവസ്ഥ, അതാണ് ത്രയോവിദ്യ. അങ്ങനെ അദ്ദേഹം ത്രയോവിദ്യ പുറത്തു വന്നു. അത് ജ്ഞാനത്തിലൂടെയാണ് ആദ്യം ത്രയോവിദ്യ പുറത്തു വന്നത്. അതിൽ നിന്നും ഭൂ, ഭുവ, സ്വ എന്നീ അക്ഷരങ്ങൾ ലഭിച്ചു. അപ്പൊ ആദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരക്ഷരങ്ങളാണ് ലഭിച്ചത്. എന്താണ്? ഭൂ, ഭുവ, സ്വ. ഇപ്പൊ നമ്മൾ കുട്ടി ജനിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ നമുക്ക് വേണ്ടി പേര് കൊടുക്കാം, എന്തെങ്കിലും പേര് കൊടുക്കാം. ജനിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ, ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ പേര് കൊടുക്കുന്നു. ജനിച്ചിട്ടില്ല, ജനിക്കാൻ പോകുന്നതിനെക്കാട്ടി മുമ്പിൽ നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മളെ കുട്ടിക്ക് എന്ത്, കർണൻ എന്ന് പേര് കൊടുക്കണം, തീരുമാനിച്ചു. ജനിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ. ജനിച്ചു കഴിഞ്ഞിട്ട് കർണൻ എന്ന് പേരിടുന്നു. യഥാർത്ഥത്തിൽ കർണൻ എന്നത് വാക്കാണ്. ആ വാക്കിൽ എന്തുണ്ട്? മനസ്സിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ട് ഓരോ വാക്കുകൾക്കും അതിൻ്റേതായ അർത്ഥങ്ങൾ ഉണ്ടാകണം. ഇപ്പൊ സൃഷ്ടികർത്താവ് ഭൂ, ഭുവ, സ്വ എന്ന വാക്കുപയോഗിക്കുമ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചിലതെല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് പിന്നീട് ഭൂമിയും സ്വർഗവും പാതാളവും ഉണ്ടായിരിക്കുന്നത്. 3 ലോകങ്ങൾ ഉണ്ടായിരിക്കുന്നത് ത്രയോവിദ്യയിലൂടെ. അപ്പൊ യഥാർത്ഥത്തിൽ ആ പേര് തന്നെയാണ്, പേരിനാണ് പ്രാധാന്യം. പേരിന്റെ പിന്നിലൊരു ദ്രവ്യമുണ്ട്. അത് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ചക്ക എന്നതൊരു പേരാണ്, ഒരു ഭാഷയാണ്. പക്ഷെ അതുകൊണ്ട് ഏതോ ഒന്നിനെ നമ്മൾ ബന്ധിപ്പിക്കുന്നു. അതേപോലെ ആദ്യം ഈ ഭൂ, ഭുവ, സ്വ എന്ന ഒരു 3 ലോകങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ഒരു സങ്കല്പം,
അതായത് ദ്വയമായിട്ട് സൃഷ്ടിക്കുന്നു. ദ്വയമായിട്ട് സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ എന്തുണ്ടാവും? ഒരു മൂന്നാമത്തെ വ്യവസ്ഥ ഉണ്ടാവും. ഇലക്ട്രോണും പ്രോട്ടോണിനെയും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി ചേർന്ന് ന്യൂട്രൽ ആയിട്ടുള്ള ഒന്ന്. പാപത്തെ സൃഷ്ടിച്ചാൽ പുണ്യത്തെയും സൃഷ്ടിച്ചു, പുണ്യത്തെ സൃഷ്ടിച്ചു പ്രാപത്തെയും സൃഷ്ടിച്ചു. അപ്പം അതിൻ്റെ ഇടക്കുന്നുണ്ട് പാപവും പുണ്യവും കുറച്ച് കുറച്ച് കൂടിയ ഒരു സംഗതി ഉണ്ടാവും. അതിൽ കുറച്ച് പാപം ഉണ്ടാകും. നമ്മളെല്ലാം പാപവും പുണ്യവും കൂടിയതാണ്. അങ്ങനെയാണ് മൂന്നവസ്ഥകൾ, അങ്ങനെയാണ് മൂന്ന് അക്ഷരങ്ങൾ ലഭിച്ചത്. അവയെ അതിതപിപ്പിച്ചപ്പോൾ, തപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നി ഉപയോഗിച്ചിട്ട് തപിപ്പിച്ചപ്പോൾ അതിൽ നിന്നാണ് മറ്റുള്ള ഓംകാരം ഉണ്ടായത്. അങ്ങനെ ഓമിലൂടെയാണ് ആദ്യം ഉണ്ടായത്. ഓമാണ്. അതിൽ മൂന്നുണ്ട്: ആ, ഉ, മ. ആ മൂന്നക്ഷരങ്ങളിലൂടെയാണ് പിന്നെ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. അപ്പോഴോ ഓംകാര രൂപമായ ബ്രഹ്മം, അതിനാണ് ഓംകാര രൂപമായ ബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിർഗുണമായിരുന്നു. നിർഗുണമായ ബ്രഹ്മം ഒരു രൂപം ധരിക്കുവാൻ പോവുകയാണ്. ഓം എന്നതിലൂടെ ഒരു ദൃശ്യബ്രഹ്മമായി മാറുകയാണ്. അതാണ് ഈ പ്രപഞ്ചം, വിരാട രൂപം. ഈ ബ്രഹ്മം എങ്ങനെയുള്ളതെന്നാൽ എല്ലാ ഇലകളും ഒരു തണ്ടിലാണല്ലോ ഇല ഇങ്ങനെ ഉണ്ടാവുക, ഒരു കമ്പ്, അതിൽ ഇല പിടിപ്പിച്ചിരിക്കുന്നത് പോലെ എല്ലാ അക്ഷരങ്ങളും ഓംകാരത്തിൽ വ്യാപ്തമായി. അതാണ് ഓംകാരം. അപ്പോൾ ഓംകാരത്തിലൂടെയാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. പ്രപഞ്ചമുണ്ടാകേണ്ട അക്ഷരങ്ങൾ ആദ്യം സയൻസിലൂടെ അക്ഷരങ്ങൾ ഉണ്ടായി. നമ്മൾ ഒരു കെട്ടിടത്തിൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ ആൾക്കാരെ നിയമിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയും. സ്ഥാപനത്തിൻ്റെ തലവൻ, ഹെഡ് മാസ്റ്റർ, എൻ്റെ ഒരു വരയിട്ടിട്ട് അതിൻ്റെ കീഴിൽ കെമിസ്ട്രിയുടെ പ്രൊഫസർ, ഫിസിക്സിൻ്റെ പ്രൊഫസർ, മാത്സിൻ്റെ, ഇനി അതിൻ്റെ പിന്നിൽ ലെക്ചർമാർ, അതിൻ്റെ ശേഷം കുട്ടികൾ, ഇതെല്ലാം പേരാണ് കൊടുക്കുന്നത്. ഹെഡ് മാസ്റ്റർ, ഗ്രൂപ്പ് തലവന്മാർ, ഇതെല്ലാം പേര് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പേരിൻ്റെ അടുത്താണ് കുറേ ആൾക്കാരെ നിയമിച്ചിട്ട് അവിടെ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഒരു പ്ലാനാണ് ഉണ്ടാകുന്നത്. പ്ലാനിൽ പേരുകളാണ് ഉണ്ടാകുന്നത്. കുറേ ഇലകൾ ഒരു തണ്ടിൽ പിടിപ്പിച്ച പോലെ ഈ ഓംകാരത്തിൽ നിന്നാണ് എല്ലാ അക്ഷരങ്ങളും ഉണ്ടായത്. എല്ലാ അക്ഷരങ്ങളിലൂടെയാണ് ആ അക്ഷരങ്ങളുമായിട്ട് ചേർത്തുകൊണ്ടാണ് പലതരം ജീവജാലങ്ങൾക്ക് പേരുണ്ടാകുന്നു. അവിടെ ആ ജീവജാലങ്ങളെ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നു. ചക്ക എന്ന് പേര് കൊടുത്തിട്ട് ഒരു ചക്ക ഉണ്ടാക്കിയിട്ട് ആ ചക്കേനെ അതുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഒരു പ്ലാനാണ് ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ആൾക്കാരെ നിയമിക്കുകയാണ് ചെയ്യുക. ഹെഡ് മാസ്റ്റർ എടുത്ത് ഒരാളെ കൊണ്ടിടും, അയാൾ ഹെഡ് മാസ്റ്റർ എന്ന് പറയും. അയാൾ എടുത്ത് മാറ്റിയ വേറൊരു ഹെഡ് മാസ്റ്ററെ സ്ഥലത്ത് വേറൊരാളെ കൊണ്ടിടുമ്പോൾ അയാൾ ഹെഡ് മാസ്റ്റർ ആവും. അപ്പം പേരിനാണ് പ്രധാനം. അതാണ് പ്ലാനിലൂടെ വരുന്നത്. അതാണ് സയൻസ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് എല്ലാ നാമങ്ങളും ഈ ഓംകാരത്തിലൂടെയാണ് പ്രപഞ്ചത്തിലുള്ള. അപ്പം അത് തീരുമാനിച്ചു. ഓംകാരത്തിലൂടെ സൃഷ്ടി നടത്തുമ്പം ഈ പ്രപഞ്ചം ഇങ്ങനെയെല്ലാം സൃഷ്ടിക്കണം. ഓരോ കാലഘട്ടത്തിൽ ഇന്ന ആൾക്കാർ വേണം. ഒരു കാലഘട്ടത്തിൽ പ്രമോദ് എന്ന വ്യക്തി ഇവിടെ വേണം ഇന്ന ജോലി ചെയ്യാൻ. എൻ്റെ പേരും അവിടെ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യം. എന്നിട്ട് പിന്നെ ഏതോ ഒരു തടി എടുത്തിട്ട് അതിൻ്റെ അകത്തെന്തെല്ലാം മിക്സ് ചെയ്ത്, മറ്റേ മണ്ണും നല്ല എടുത്ത് മിക്സ് ചെയ്ത് ഈ പ്രമോദ് എന്ന പേര് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ തരത്തിൽ ഒരു തണ്ടിൽ എല്ലാ ഇലകളും പിടിപ്പിച്ച പോലെ ഓംകാരത്തിൽ വ്യാപ്തമായി എല്ലാ അക്ഷരങ്ങളും. ആ അക്ഷരങ്ങളിലൂടെയാണ് പേരുകൾ ഉണ്ടാകുന്നു. അപ്പം പേരുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൃഷ്ടിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാക്ക വേണം, പൂച്ച വേണം, നല്ല പറഞ്ഞിട്ട് പേരിട്ട് വെച്ചിട്ടുണ്ട്.
പിന്നെ സൃഷ്ടിച്ചിട്ട് അതിനെ ഓരോന്നെ കാക്കേനെ അതുമായിട്ട് അറ്റാച്ച് ചെയ്യും. അങ്ങനെ അങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ്. ഇനി അടുത്ത മന്ത്രത്തിൽ അടുത്തതിൽ പോകാം.